എൻഫീൽഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ബുള്ളറ്റ് 350 എന്ന് പറഞ്ഞ വാഹനം 91 വർഷത്തെ പാരമ്പര്യമുള്ളൊരു വാഹനമാണ്. ആ വാഹനത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോമാണ് അതിൻ്റെ J സീരീസ് എൻജിൻ ഘടിപ്പിച്ചിട്ടുള്ള ബുള്ളറ്റ് 350 വിത്ത് J1 സീരീസ്. അതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നത് സ്റ്റാൻഡേർഡിൽ മെറൂൺ കളറാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. ഇത് ചെയ്തതിൻ്റെ പിന്നാലെ കുറേ പേര് നമ്മുടെ അടുത്ത് ചോദിച്ചു, പഴയ എൻജിൻ, അതായത് UCE എൻജിൻ, യൂണിറ്റ് കൺസ്ട്രക്റ്റഡ് എൻജിൻ ആയിട്ടുള്ളൊരു കമ്പാരിസൺ തരുമെന്ന്. അതായത് പുതിയ വണ്ടിയും പഴയ വണ്ടിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്നുള്ളതിൻ്റെ ഒരു കമ്പാരിസൺ തരുമെന്ന്. നിങ്ങളുടെ ഏവരുടെയും അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് അതിൻ്റെ കമ്പാരിസൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഹിയർ വി ഗോ. നമുക്കിനി എൻജിൻ സ്പെക്കിലേക്ക് കിടക്കാം. റോയൽ എൻഫീൽഡ് 2 വാഹനത്തിലും കൊടുത്തിട്ടുള്ളത് 4 സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ എയർ ഓയിൽ കൂൾഡ് എൻജിൻസാണ്. പക്ഷേ UC എൻജിനിൽ നമുക്ക് വരുന്നത് 346 cc പുഷ് റോഡ് സിസ്റ്റമുള്ള എൻജിനും നേരെ നമ്മുടെ J സീരീസ് പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ 349 cc SOHC സിംഗിൾ ഓവർഹെഡ് ക്യാം ഷാഫ്റ്റുള്ള എൻജിനാണ് വിത്ത് കൗണ്ടർ റൊട്ടേറ്റിംഗ് ബാലൻസ് ഷാഫ്റ്റാണ് റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പവർ ഫിഗേഴ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് UC എൻജിനിൽ വരുമ്പോൾ 5250 RPM നമുക്ക് 19.1 bhpയും നേരെ നമ്മുടെ J സീരീസിലേക്ക് വരുമ്പോൾ 6000 RPM നമുക്ക് 20.2 bhpയുമാണ് കൊടുക്കുന്നത്. J സീരീസിൽ നമുക്ക് 4000 RPM 27 Nm ടോർക്കാണ് വരുന്നത്. പഴയ വാഹനത്തിന് 1 Nm ടോർക്ക് കൂടുതലാണ്. 4000 RPM 28 Nm ടോർക്കാണ് റോയൽ എൻഫീൽഡിന് കൊടുത്തിട്ടുള്ളത്. പഴയ വാഹനത്തിൻ്റെ കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത് 8.5:1 ആണ്. പുതിയ വാഹനത്തിലേക്ക് വരുമ്പോൾ അത് 9.5:1 ആണ്. പുതിയ വാഹനത്തിൽ നമുക്ക് ബോറും സ്ട്രോക്കും എന്ന് പറയുമ്പോൾ 72 mm × 85.8 mm പഴയ വാഹനത്തിന് 70 mm × 90 mm ആണ് ഇതിൻ്റെ ബോറും സ്ട്രോക്കും വരുന്നത്. രണ്ടും ഫ്യൂവൽ ഇഞ്ചക്റ്റഡ് ആണ്. രണ്ടിലും നമുക്ക് എത്തനോൾ കോമ്പാറ്റബിൾ ആയിട്ടുള്ള എൻജിൻസാണ് റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ നെക്സ്റ്റ് ഒരു ഫീച്ചറിലേക്ക് കിടക്കുമ്പോൾ രണ്ടിലും നമ്മൾ ഉപയോഗിക്കുന്നത് സെമി സിന്തറ്റിക് ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് ഈ വാഹനത്തിൻ്റെ ഷാസികൾ. പഴയ വാഹനത്തിൽ റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുള്ളത് സിംഗിൾ ഡൗൺ ട്യൂബ് ആയിട്ടുള്ളൊരു ഷാസിയാണ്. നേരെ തിരിച്ച് നമ്മുടെ പുതിയ വാഹനത്തിൽ വരുമ്പോൾ ട്വിൻ ഡൗൺ ട്യൂബ് സ്പൈൻ ഫ്രെയിം എന്ന് പറയുന്ന ക്ലാസിക്കിലും ഹണ്ടറിലും മീറ്റിയോറിലൊക്കെ കണ്ടുവന്നിരുന്ന സെയിം ഷാസിയാണ് J സീരീസ് പ്ലാറ്റ്ഫോമിലുള്ള ഈ വാഹനത്തിന് റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുള്ളത്. 2 വാഹനത്തിലും ട്രാൻസ്മിഷൻ കൊടുത്തിട്ടുള്ളത് 5 സ്പീഡ് കോൺസ്റ്റൻറ്റ് മെഷ് ആയിട്ടുള്ളൊരു ട്രാൻസ്മിഷനാണ് കൊടുത്തിട്ടുള്ളത്. ക്ലച്ച് വരുന്നത് വെറ്റ് മൾട്ടിപ്ലേറ്റ് ക്ലച്ചാണ്. ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നത് വെറ്റ് സമ്പാണ് വിത്ത് ഫോഴ്സ്ഡ് ലൂബ്രിക്കേഷൻ. രണ്ടിലും ഓയിൽസ് യൂസ് ചെയ്തിട്ടുള്ളത് സെമി സിന്തറ്റിക് ആയിട്ടുള്ള ഓയിലാണ്. 15W50 ആണ് അതിൻ്റെ ഗ്രേഡ് വരുന്നത്. ഇതിൽ രണ്ടിലും എയർ ഫിൽറ്റേഴ്സ് പേപ്പർ എലമെൻ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ടയറിൻ്റെ ഡീറ്റെയിൽസിലേക്കാണ് പോണത്. നമുക്ക് 2 വാഹനത്തിനും റോയൽ എൻഫീൽഡ് സ്റ്റോക്ക് കൊടുത്തിട്ടുള്ളത് സ്പോക്ക് വീൽസ് ആണ്. നമ്മൾ പഴയ വാഹനത്തിനെ കുറിച്ചാണ് ആദ്യം സംസാരിക്കുന്നത്. പഴയ വാഹനത്തിൽ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് 19 ഇഞ്ച് വീലാണ് കൊടുത്തിട്ടുള്ളത്. 3.25 ആണ് അതിൻ്റെ സ്പെക്ക് വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് സ്പീഡ് റേറ്റിംഗ് എന്ന് പറയുന്നത് 54 PUം റിയറിൽ വരുമ്പോൾ ബാക്കിൽ വരുമ്പോൾ നമുക്ക് 60 PU ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ J സീരീസിലേക്ക് വരുമ്പോൾ നമുക്ക് അലോയ് വീലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ടയർ വരുന്നത് 100/90/19 ആണ് വരുന്നത്. അത് നമുക്ക് 57 PU ആണ് അതിൻ്റെ സ്പീഡ് റേറ്റിംഗ് കൊടുത്തിട്ടുള്ളത്. പിന്നിലേക്ക് പോകുമ്പോൾ റിയർ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് 120/80/18 ആണ്. 62 PU ആണ് അതിൻ്റെ സ്പീഡ് റേറ്റിംഗ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ ABS സെക്ഷനിലേക്ക്. നമ്മുടെ പഴയ വാഹനത്തിൽ റോയൽ എൻഫീൽഡ് സിംഗിൾ ചാനൽ ABS ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ പുതിയ വാഹനത്തിൽ നമുക്ക് സിംഗിൾ ചാനലും ഉണ്ട്, ഡബിൾ ചാനൽ 2 ABS ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പഴയ വാഹനത്തിൽ നമുക്ക് ഡിസ്ക് വരുന്നുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് 270 mm വെന്റിലേറ്റഡ് ഡിസ്ക്കാണ് വരുന്നത് വിത്ത് 2 പിസ്റ്റൺ കാലിപ്പറാണ് വരുന്നത്. റിയറിൽ വരുമ്പോൾ നമുക്ക് 153 mm ഡ്രം ബ്രേക്കാണ് വരുന്നത്. നമ്മുടെ പുതിയ മോഡലിൽ J സീരീസിൽ ഏറ്റവും ബേസ് വേരിയൻറ്റിൽ ഈ സെയിം 153 mm ഡ്രം ബ്രേക്ക് തന്നെയാണ് റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുള്ളത്. പുതിയ വാഹനത്തിൽ വരുമ്പോൾ ഫ്രണ്ടിൽ വരുമ്പോൾ നമുക്ക് 300 mm വെന്റിലേറ്റഡ് ഡിസ്ക് വിത്ത് 2 പിസ്റ്റൺ ഫ്ലോട്ടിംഗ് കാലിപ്പേഴ്സും, റിയറിൽ വരുമ്പോൾ നമുക്ക് 280 mm വെന്റിലേറ്റഡ് ഡിസ്ക് വിത്ത് സിംഗിൾ പിസ്റ്റൺ കാലിപ്പറാണ് റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുള്ളത്. ഒരു കാര്യം പറയാൻ മറന്നു. നമ്മുടെ പഴയ വാഹനത്തിന് നമ്മൾ വണ്ടിയിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലാണ് ബ്രേക്കിങ്ങിൻ്റെ ഡിസ്ക് കൊടുത്തിട്ടുള്ളത്.
നേരെ തിരിച്ച് പുതിയതിന് നമ്മുടെ റൈറ്റ് സൈഡിലാണ് ബ്രേക്കിങ്ങിൻ്റെ ഡിസ്ക് കൊടുത്തിട്ടുള്ളത്. അടുത്ത നമുക്ക് ഫ്രണ്ട് സസ്പെൻഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഫ്രണ്ട് സസ്പെൻഷൻ പഴയ വാഹനത്തിലാകുമ്പോൾ നമുക്ക് 35 mm ഫോർക്കിൽ ആണ് 130 mm ട്രാവൽ വരുന്നത്. പുതിയ വാഹനത്തിലാകുമ്പോൾ നമുക്ക് 41 mm ആണ് ഇതിൻ്റെ ഫ്രണ്ട് ഫോർക്കിൻ്റെ സൈസ്. 130 തന്നെയാണ് ഇതിൻ്റെ ട്രാവൽ വരുന്നത്. റിയർ സൈഡിൽ പോകുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഷോക്കപ്സ് ആണ് റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുള്ളത്. 5 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഷോക്കപ്സ് ആണ് രണ്ടിനും കൊടുത്തിട്ടുള്ളത്. PS6 നോംസ് വന്നപ്പോൾ നമ്മുടെ പഴയ ബുള്ളറ്റിന് അതിന് കോമ്പാറ്റബിൾ ആക്കാൻ വേണ്ടി എക്സോസ്റ്റിൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തൊരു കാനിസ്റ്റർ വെച്ചിട്ടുണ്ട്. ഇതാണ് ആ കാനിസ്റ്റർ എന്ന് പറയുന്നത്. അവിടെ പുതിയ വാഹനത്തിലേക്ക് വന്നപ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടി ആ കാനിസ്റ്റർ കൺസീൽ ചെയ്തിട്ട് ഈ ഭാഗത്തോട്ടാക്കി. അപ്പോൾ നിങ്ങളിത് കാണുമ്പോൾ ഇതിൻ്റെ കാനിസ്റ്റർ ഇല്ലയെന്നേ തോന്നുള്ളൂ, പക്ഷേ ഇതിൻ്റെ അടിയിലാണ് ഇതിൻ്റെ കാനിസ്റ്റർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ടാങ്കിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 13 liters ആണ് പുതിയതിൽ. പഴയതിലേക്ക് വരുമ്പോൾ അതിന് 13.5 liter ആണ് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റ് 350 J സീരീസിലുള്ള വണ്ടിയുടെ ഹെഡ് ലാംപ്സ് ആണ്. ഇതൊരു ക്രിസ്റ്റൽ ക്ലിയർ ഹെഡ് ലാംപ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ REയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഹെലജൻ ഹെഡ് ലാംപ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ പഴയതിലേക്ക് വരുമ്പോൾ പഴയതെന്ന് പറയുന്നത് നമ്മുടെ ഗ്ലാസിൻ്റെ ആ ഒരു ഫീലുള്ള ഹെഡ് ലാംപ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ തൊട്ട് മീതയ്ക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ സിഗ്നേച്ചർ ആയിട്ടുള്ള ടൈഗർ ഐസ് 2 വാഹനത്തിനും റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പുതിയ വാഹനമാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതൊന്നും കൂടി എസ്തെറ്റിക്കലി ഭംഗിയാക്കിയിട്ട് ആ ടൈഗർ ഐസ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇനി അതിൻ്റെ പിന്നിലോട്ട് പതുക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ വാഹനത്തിന് നമുക്ക് ഒരു ഓറഞ്ച് ഇൻഡിക്കേറ്ററാണ് കൊടുത്തിട്ടുള്ളത്. അത് തന്നെ നമ്മുടെ പഴയതിലോട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊരു ക്ലിയർ ഇൻഡിക്കേറ്ററാണ്. ഓറഞ്ച് ലൈറ്റാണ് അതിൻ്റെ ഉള്ളിൽ റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ പഴയ ബുള്ളറ്റാണ്. ഈ പഴയ ബുള്ളറ്റിന് നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്കള്ളില്ലേ, ഈ സ്കള്ള് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ പുതിയ ബുള്ളറ്റിൽ. നോക്കിയേ, ഈ സെയിം സ്കള്ള് തന്നെയാണ് ഇതിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അടുത്തത് ഇതിൻ്റെ ഡിജിറ്റൽ ക്ലസ്റ്ററിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇതിൽ അനലോഗ് പ്ലസ് ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്ററാണ് കൊടുത്തിട്ടുള്ളത്. ഇനി പണ്ടത്തെ ആൾക്കാർ മറ്റേ പെട്രോളിൻ്റെ ഇൻഡിക്കേഷൻ ഇല്ല, പല കാര്യങ്ങളും ഇതിൽ കാണാനില്ല എന്നൊക്കെ പറഞ്ഞതിന് ഒരു ഉത്തരമായിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ഫുൾ ഡീറ്റെയിൽസ് റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുണ്ട്. ബാറ്ററി ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ABSൻ്റെ ഉണ്ട്, എൻജിൻ വാർണിംഗ് ഉണ്ട്, പിന്നെ ഫ്യൂവൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ഗിയർ പൊസിഷനിങ്ങിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ വാഹനത്തിൽ വന്നിട്ടുള്ളത്. പ്ലസ് നമുക്ക് ട്രിപ്പർ നാവിഗേഷനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് മേക്ക് ഇറ്റ് യുവേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനെ കൂടെ നിങ്ങൾക്ക് ഇതിൽ ട്രിപ്പർ നാവിഗേഷൻ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, ഇതിൽ വെക്കാൻ പറ്റുന്നതാണ്. അവിടെ പഴയതിലോട്ട് വരുമ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പണ്ടത്തെ ആ പഴമ നിലനിർത്തിക്കൊണ്ട് റോയൽ എൻഫീൽഡിൻ്റെ ബാഡ്ജിങ് ഉള്ളതും എന്ന് വെച്ചാൽ അതിൽ ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് ഉള്ള ഡീറ്റെയിലുകൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഫ്യൂവൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, എൻജിൻ്റെ ഉണ്ട്, ABSൻ്റെ ഉണ്ട്. ഇതാണ് നമ്മുടെ പഴയ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മളിനി സ്വിച്ച് ക്യൂബ്സിലേക്ക് കിടക്കുകയാണ്, സ്വിച്ച് മോഡ്യൂൾസിലേക്ക്. നമ്മുടെ പഴയ ടൈപ്പ് ഓഫ് സ്വിച്ച് മോഡ്യൂൾസാണ് നമ്മുടെ പഴയ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനത്തെയാണ് അതിൻ്റെ സ്വിച്ച് മോഡ്യൂൾസ് വരുന്നത്. നേരെ നമ്മുടെ പുതിയ വാഹനത്തിലേക്ക് വരുമ്പോൾ നമ്മളൊരു റൗണ്ട് തീമിലാണ് കംപ്ലീറ്റ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇത് കംപ്ലീറ്റ് ഡയലുകളായിട്ടാണ്, ഇങ്ങനത്തെ റൗണ്ട് തീമിലാണ് കംപ്ലീറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇനി എടുത്തു പറയേണ്ട വേറൊരു കാര്യം, ഈ വാഹനത്തിന് പുതിയ വാഹനത്തിൻ്റെ ഈ ലിവേഴ്സ് പ്ലസ് ഈ ഹാൻഡിലിൽ ഈ ഗ്രിപ്പൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് പഴയതിന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ഇത് കാണാം. നിങ്ങൾ പഴയത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഒരു പാറ്റേൺ ഓഫ് ഹാൻഡിൽ ഗ്രിപ്സ് വരുന്നത്. ഇതിൻ്റെ ലിവേഴ്സ് ഇങ്ങനെയാണ് വരുന്നത്. 2 വാഹനത്തിനും ബുള്ളറ്റ് ആക്കുന്ന ആ ഒരു അപ്രൈറ്റ് ബുള്ളറ്റ് പൊസിഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഹാൻഡിൽ ബാർ റേസ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്. ഒന്നും കൂടി ക്ലാസിക്കിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആ ഹാൻഡിൽ ബാർ ഒന്ന് റേസ് ചെയ്തിട്ടുള്ള പൊസിഷനിലാണ് 2 വാഹനത്തിനും നമ്മൾ ഹാൻഡിൽ ബാർസ് കൊടുത്തിട്ടുള്ളത്. റോയൽ എൻഫീൽഡ് ആക്കുന്നത് ആ ഗോൾഡൻ പിൻ സ്ട്രൈപ്സ് ആണ്, അല്ലെങ്കിൽ മദ്രാസ് ലൈൻസ്. അതായത് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഈ മദ്രാസ് ലൈൻസ് എന്ന് പറയുന്നത് ഒരു ഫാമിലിയിലത്തെ 3rd ജനറേഷൻ ആൾക്കാരാണ് ഇപ്പോഴും വരച്ചുകൊണ്ടിരിക്കുന്നത്. വേറൊരു ഫാമിലിക്ക് ഇതുവരെ കൊടുത്തിട്ടില്ല. ഇതൊരു കൈകൊണ്ട് തന്നെയാണ് വരയ്ക്കുന്നത്. പുതിയ വാഹനത്തിലും ആ 3rd ജനറേഷനിലത്തെ ആൾക്കാർ തന്നെയാണ് ഇത് വരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് മദ്രാസ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ഈ ലൈൻസ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഏവർക്കും അറിയുന്ന പോലെ ഇതിൻ്റെ ടാങ്കിൻ്റെ ഡിസൈൻ്റെ പേരാണ് ടിയർ ഡ്രോപ്പ് ഡിസൈൻ.
ഇത് തന്നെയാണ് 1932 മുതൽ ഇന്ന് വരെ വന്നുകൊണ്ടിരിക്കുന്ന ടാങ്കിൻ്റെ ഡിസൈനും വരുന്നത്. അടുത്തതായിട്ട് നമ്മൾ സീറ്റ് ഹൈറ്റിലേക്കാണ് പോകുന്നത്. പഴയ വാഹനത്തിന് നമുക്ക് 800 mm ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. അതൊരു ബോക്സി ടൈപ്പ് ഓഫ് സീറ്റാണ് റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ സമയത്ത് വൺ ഓഫ് ദി ബെസ്റ്റ് ആയിരുന്നു ഈ സീറ്റ്, ഇന്നും വൺ ഓഫ് ദി ബെസ്റ്റ് തന്നെയാണ്. പുതിയ വാഹനത്തിലേക്ക് വന്നപ്പോൾ അതൊന്നും കൂടി ഒന്ന് ഫ്ലോയിയാക്കി, ഒന്നും കൂടി കുഷ്ണിയാക്കി, ഒന്നും കൂടി ആ ഭാഗത്തൊക്കെ വീതി കൂട്ടി, ഒന്നും കൂടി ഇന്നത്തെ എറയിലേക്ക് എങ്ങനെ അത് കോമ്പാറ്റബിൾ ആക്കാം, അത് നല്ല ഭംഗിയായിട്ട് കോമ്പാറ്റബിൾ ആക്കിയിട്ടാണ് ഈ വാഹനം റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുള്ളത്. 805 mm ആണ് പുതിയ വാഹനത്തിന് നമുക്ക് സീറ്റ് ഹൈറ്റ് വരുന്നത്. ഇനി എൻ്റെ പിന്നിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ റോയൽ എൻഫീൽഡിനെ ക്ലാസിക്കിൽ നിന്നും ബാക്കിയുള്ള വാഹനങ്ങളിൽ നിന്നും വ്യത്യസ്തപ്പെടുത്തുന്നത് ചില ഫീച്ചേഴ്സിൽ ഒരു ഫീച്ചറാണ് ഈ ബാക്കിലത്തെ ഈ ഒരു ആർച്ച്. ഈ ഒരു ആർച്ച് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതൊരു സ്ക്വയറി ടൈപ്പ് ആർച്ചായിരിക്കും നിങ്ങളിവിടെ കാണുന്നുണ്ടായിരിക്കുക. ക്ലാസിക്കിൽ വരുമ്പോൾ അതൊരു റൗണ്ട് ടൈപ്പ് ആർച്ചാണ് വരിക. പഴയ വാഹനത്തിനും പുതിയ വാഹനത്തിനും രണ്ടിനും ഒരേപോലെ തന്നെയാണ് റോയൽ എൻഫീൽഡ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇനി എൻ്റെ പിന്നിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ ഗ്രാബ് റെയിൽസാണ്, അല്ലെങ്കിൽ അത് ബാക്കിൽ പിടിക്കുന്ന ആ റെയിലാണ്. പഴയ ഇതിൽ നമ്മളൊരു തിന്നായിട്ടുള്ളൊരു റെയിലാണ് കൊടുത്തിട്ടുള്ളത്. പുതിയതിൽ വന്നപ്പോൾ അത് വളരെയധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പഴയതൊരു സ്ക്വയറി ടൈപ്പ് രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പുതിയത് വന്നിട്ട് നമുക്ക് ചെറിയൊരു സ്ലാൻഡിങ്ങോട് കൂടിയിട്ട് ഇന്നത്തെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളതും ഇത് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളതും. 12 വോൾട്ട് 8Ah ബാറ്ററിയാണ് രണ്ട് വാഹനത്തിന് റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുള്ളത്. പഴയ വാഹനത്തിൽ ബാറ്ററി നമ്മൾ കവർ ചെയ്തിട്ടുള്ളത് ഒരു ക്രോം ഫിനിഷ് ആയിട്ടുള്ള ഒരു ബോക്സ് കൊണ്ടാണ്. അത് പുതിയതിലോട്ട് വരുമ്പോൾ ആ സെക്ഷനിൽ നമുക്ക് ജസ്റ്റ് ഒരു ബ്ലാക്ക് ഒരു ഫിനിഷായിട്ട് കൊടുത്തിട്ടുള്ളത്, അത് ക്രോം അല്ല വരുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഫുഡ് പെക്സിലേക്ക് കിടക്കുമ്പോൾ പുതിയ വാഹനത്തിൽ നമ്മൾ ഫുഡ് പെക്സിൻ്റെ മീതെ റോയൽ എൻഫീൽഡിൻ്റെ ബ്രാൻഡിങ് ഉണ്ടായിരിക്കും. വളരെ ക്വാളിറ്റി കൂടിയിട്ടുള്ള ഒരു ഫുഡ് പെക്സ് ആണ്. പിന്നെ അതിൻ്റെ അടിയിൽ നമുക്ക് സേഫ്റ്റി മെഷറായിട്ടുള്ള പിൻസും ബാക്കിയുള്ള കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പുതിയ വാഹനത്തിൻ്റെ ഫുഡ് പെക്സ് എന്ന് പറയുന്നത്. ഇനി അത് തന്നെ നമ്മുടെ പഴയ വാഹനത്തിലോട്ട് വരുമ്പോൾ ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഫുഡ് പെഗാണ് കൊടുത്തിട്ടുള്ളത്. ഒരു റെക്റ്റാങ്കിൾ ടൈപ്പ് ഓഫ് ഫുഡ് പെഗാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് മൂവ് ചെയ്യില്ല, കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. പിന്നിലത്തെ എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ളൊരു ഫുഡ് പെഗാണ് റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുള്ളത്. പണ്ടത്തെ ബുള്ളറ്റിന് അതിൻ്റെ സിഗ്നേച്ചറായിരുന്നു അതിൻ്റെ ബാക്കിലത്തെ ഈ ഒരു സെക്ഷൻ. ഇതൊരു സ്ക്വയർ സെക്ഷനായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നും അത് നിർത്തുന്നവരെ ഈ സെയിം സെക്ഷനിൽ തന്നെയാണ് വന്നിരുന്നത്. പുതിയത് വന്നപ്പോൾ അതൊരു റൗണ്ട് തീമിലേക്ക് മാറി. പിന്നെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് എടുത്ത് കാണാവുന്ന എന്താണെന്ന് വെച്ചാൽ പിന്നിലത്തെ മഡ്ഗാർഡ് ഒരു ഇത്തിരി കയറ്റിയിട്ടുണ്ട് നമ്മുടെ പുതിയ വാഹനത്തിൽ. പഴയ വാഹനത്തിലാണെങ്കിൽ അത് ഇത്തിരി ഇറങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. പഴയ വാഹനത്തിൽ നമ്മുടെ എക്സോസ്റ്റും മഫ്ലറും വളരെയധികം നീളത്തിലാണ് നമ്മുടെ ടയറിനെയും വിട്ട് പുറത്തേക്ക് തള്ളിയിട്ടാണ് നിൽക്കുന്നത്. പുതിയ വാഹനത്തിൽ വരുമ്പോൾ അത് നമുക്ക് ടയറിൻ്റെ ഏകദേശം ഒരേ സൈസിലേക്ക് തന്നെയാണ് റോയൽ എൻഫീൽഡ് അത് സെഗ്മെൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പുതിയ വാഹനത്തിന് നമ്മൾ വാഹനത്തിൽ ഇരിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് എയർ ഫിൽറ്റർ വന്നിട്ടുള്ളത്. അതിൻ്റെ അടുത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡോക്യുമെൻറ്റ്സ് വെക്കാനുള്ള ചെറിയൊരു സ്പേസും കൂടി റോയൽ എൻഫീൽഡ് ഇതിനെ കൊടുത്തിട്ടുണ്ട്. പഴയ വാഹനത്തിന് ഇത് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ്, റൈറ്റ് സൈഡിലാണ് നമുക്ക് എയർ ഫിൽറ്റർ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ റൈറ്റ് സൈഡിലാണ് നമുക്ക് ബാറ്ററി കൊടുത്തിട്ടുള്ളത്. പഴയ വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ബാറ്ററി കൊടുത്തിട്ടുള്ളത്. വണ്ടികളിൽ മാത്രമല്ല അതിൻ്റെ കീസിലും വളരെയധികം വ്യത്യാസങ്ങൾ റോയൽ എൻഫീൽഡ് വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പഴയ കീസാണ്. ഇതാണ് ആ പഴയ കീയുടെ ഒരു പാറ്റേൺ വരുന്നത്. ഓക്കെ, ഇനി പുതിയ കീയിലോട്ട് വരുമ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ കീയുടെ ഒരു പാറ്റേൺ. ഇപ്പോൾ വരുന്ന നമ്മുടെ ഇൻ്റർസെപ്റ്റർ, കോണ്ടിനെൻ്റൽ GT, മീറ്റിയോർ ഇതിനൊക്കെ വരുന്ന കീ ടൈപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇങ്ങനത്തെ കീസാണ്. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഏറ്റവും പുതിയ ബുള്ളറ്റ് 350ക്ക് റോയൽ എൻഫീൽഡ് മൊബൈൽ ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ഹോൾഡർ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വയറ് വെച്ച് ചാർജ് ചെയ്യാവുന്നതാണ്. ഒരു കാര്യം എടുത്തു പറയട്ടെ, ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, വാട്ടർ പ്രൂഫ് അല്ല. നമ്മുടെ ഏറ്റവും പുതിയ ബുള്ളറ്റ് 350 വിത്ത് J സീരീസ് എഞ്ചിന് 3 വേരിയൻസ് ആണുള്ളത്. ഏറ്റവും ബേസ് വേരിയൻ്റ് പറഞ്ഞ 2 കളേഴ്സാണ്, മിലിറ്ററി ബ്ലാക്കും മിലിറ്ററി റെഡും. അതിൽ ബാക്കിൽ റിയറിൽ വന്നിട്ട് ഡ്രം ബ്രേക്ക് ആയിരിക്കും. അതിന് തൊട്ട് മീതെ എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ബ്ലാക്കും സ്റ്റാൻഡേർഡ് മെറൂണും. അത് സിംഗിൾ ടോൺ കളറായിരിക്കും, പക്ഷേ 2 സൈഡിലും ABS ഉണ്ടായിരിക്കും. ഇനി അതിന് തൊട്ട് മീതെ വരുന്ന വാഹനമാണ് ബ്ലാക്ക് ഗോൾഡ്. ബ്ലാക്ക് ഗോൾഡിൻ്റെ പ്രത്യേകത വെച്ചാൽ ഡ്യുവൽ ടോൺ ആയിരിക്കും, കോപ്പർ ഫിനിഷ് ആയിരിക്കും നമ്മുടെ മെഡ്രാസ് ലൈൻസ് വരുന്നത്. ഒരു ബ്ലാക്ക് ഫിനിഷാണ്, അത് എൻജിൻ ഭാഗങ്ങളും എക്സോസ്റ്റും ലിവേഴ്സും ഒക്കെ ഒരു ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. അപ്പോൾ ഇതാണ് 3 വേരിയൻസ് വരുന്നത്. സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നത് 2,10,000 രൂപ,
ഏറ്റവും ബേസ് വേരിയൻറ്റിനും 2.38 തൊട്ട് മുകളിലത്തെ വേരിയൻറ്റ്, അതായത് സ്റ്റാൻഡേർഡ് ബ്ലാക്കും സ്റ്റാൻഡേർഡ് മെറൂണും ബ്ലാക്ക് ഗോൾഡിന് വരുമ്പോൾ 2,72,000 രൂപയാണ് വില വരുന്നത്. നിങ്ങൾക്ക് റോയൽ എൻഫീൽഡിന് ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് 7,777 രൂപയും മന്ത്ലി നിങ്ങൾക്ക് 5,000 രൂപ ചിലവാക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാം. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ കൺസേൺഡ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും. നമ്മുടെ ഏറ്റവും പുതിയ ജെ സീരീസ് പ്ലാറ്റ്ഫോമിൽ വരുന്ന ബുള്ളറ്റ് 350യുടെ ടെസ്റ്റ് ഡ്രൈവ്സ് അവൈലബിൾ ആണ്. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ്സ് ബുക്ക് ചെയ്യാം. കുരീച്ചിറ, ഇരിഞ്ഞാലക്കുട, മണ്ണുത്തി, പാട്ടുരായ്ക്കൽ എന്നിവിടെയുള്ളവർക്ക് വിളിക്കാം, ടെസ്റ്റ് ഡ്രൈവ്സ് ബുക്ക് ചെയ്യാം, ഓടിച്ചു നോക്കാം. വ്യത്യാസം നിങ്ങൾക്ക് ഓടിച്ച് തന്നെ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ ഒരു കമ്പാരിസൺ, പുതിയ ബുള്ളറ്റിൻ്റെയും പഴയ ബുള്ളറ്റിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നു എൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ. ചിരി വലുതായിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം. ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഒരുപാട് കാര്യങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരിക്കാം. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കോമെൻറ്റിൽ ഒന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ആ വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും. നിങ്ങളുടെ ഒരുപാട് സ്നേഹം നമുക്ക് ലഭിക്കുന്നതുകൊണ്ട് ഒരുപാട് വീഡിയോസും ചെയ്യാനുള്ളൊരു പ്രചോദനമാണത്. അപ്പോൾ ഇതിന് ഇഷ്ടമുള്ള ആൾക്കാർക്ക് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ആ കുഞ്ഞ് ബെൽ ബട്ടണില്ലേ മുകളിൽ, അത് ഒന്ന് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ എൻ്റെ പേര് ഫ്രാൻസിസ്. കുരീച്ചിറ, ഇരിഞ്ഞാലക്കുട, പാട്ടുരായ്ക്കൽ, മണ്ണുത്തി എന്നീ സ്ഥലങ്ങളിലാണ് നമ്മുടെ ബ്രാഞ്ച് ഉള്ളത്. നിങ്ങൾക്ക് വാഹനത്തിൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അവിടേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഏവരെയും ഈ സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ നന്ദി പറയാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ സ്റ്റേ സേഫ്, റൈഡ് സേഫ് ആൻഡ് ടേക്ക് കെയർ.